അഡ്വാൻറ്റേജസ് കൂടുതൽ ലാപ്രോസ്കോപ്പിക് സർജറീസിന് തന്നെയാണോ സാധാരണ ഓപ്പൺ സർജറി വെച്ച് നോക്കുമ്പോൾ? ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ യൂറോളജി സർജറീസും ലാപ്രോസ്കോപ്പിക് സർജറിയിലോട്ട് മാറി. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ടാണ്. ലാപ്രോസ്കോപ്പിക് സർജറി കീഹോൾ സർജറി ആയതുകൊണ്ട് മുറിവുകൾ വളരെ ചെറുതാണ്. 1/2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ മുറിവുകളിൽ കൂടെയാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുക. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ വേദന, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വേദന വളരെ കുറവാണ്. അത് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ ഓപ്പൺ സർജറിയേക്കാളും 30 ടൈംസ് ലെസ്സാണ് ലാപ്രോസ്കോപ്പി സർജറിയുടെ വേദന. ഇനി ലാപ്രോസ്കോപ്പി സർജറിയുടെ മുറിവുകൾ വളരെ ചെറുതായതുകൊണ്ട് അതിൻ്റെ ഹീലിംഗ് ടൈമും ഫാസ്റ്റാണ്. ഇനി അതിൽ നിന്നുള്ള കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. ലാപ്രോസ്കോപ്പി സർജറി നമ്മൾ ടെലസ്കോപ്പും വലിയ TV സ്ക്രീനിലോട്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ണുകൊണ്ട് നോക്കുന്നതിനേക്കാളും 15 ടൈംസ് to 20 ടൈംസ് മാഗ്നിഫിക്കേഷനിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ളിലുണ്ടാകുന്ന മുറിവുകളും അത്രയും ചെറുതാണ്. ഇപ്പം കിഡ്നി സർജറി കഴിഞ്ഞാൽ കുടൽ സ്തംഭിക്കും. ഓപ്പൺ സർജറി കഴിഞ്ഞാൽ 1-2 ദിവസം കുടൽ സ്തംഭിക്കും. ലാപ്രോസ്കോപ്പി ആണെങ്കിൽ നേരെ പകുതി സമയം മതി, കുടൽ പെട്ടെന്ന് അതിൻ്റെ ഫങ്ഷനിലോട്ട് തിരിച്ചു വരും. അപ്പോൾ ഉള്ളിലുള്ള മുറിവും അതിൻ്റെ റിക്കവറിയും മച്ച് ഫാസ്റ്ററാണ്. വേദന വളരെ കുറവാണ്, കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പേഷ്യൻറ്റിന്.